ചേട്ടനില്ലേ? ആരാ? നമ്പറോ? ആ, കുട്ടപ്പൻ ചേട്ടൻ ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. ചേട്ടന്റെ കൂട്ടുകാരനാ. അടിക്കടി ഇവിടെ വരാൻ പറയാറുണ്ടോ? ഓ, ഇൻസ്റ്റാൾമെന്റ് ആണോ? അല്ല. അകത്തോട്ടിരിക്കെ, അവനിപ്പോ വരും. അല്ലേ, വേണ്ട, ചേട്ടൻ വരട്ടെ, ഞാൻ പിന്നെ വരാം. ചുമ്മാ ഇടുന്ന് തൊണ്ണ ഉറക്കാതെ അമ്മ വന്ന് കേറിക്കോളും. ഈശോ മിശിഹാ ഉണ്ടടി, കർത്താവ് എന്നെ പരീക്ഷിച്ചതാ. ഞാൻ കണ്ടതാ ചെകുത്താൻ, സാക്ഷാ ചെകുത്താൻ എന്റെ മുമ്പിൽ കൂടെ സൈക്കിളില്. ഇത് ഞാൻ എന്തോന്നായി പറയുന്നേ? പിന്നെ ചെകുത്താൻ സൈക്കിളിലല്ലേ? ചുമ്മാ കള്ളു അടിച്ചേച്ച്. എന്തോന്ന് കള്ള്? ഞാൻ കണ്ടതാടി, സാക്ഷാൽ ചെകുത്താൻ. അല്ലേ പിന്നെ എന്തിനാ കുരിശ് വരച്ചപ്പോ ഓടിപ്പോയത്? എന്റെ ഗീവറീസ് പുണ്യാളച്ച, എന്നെ ഇനിയും പരീക്ഷിക്കല്ലേ എന്റെ ഈശോയെ. ദൈവമേ. ഹലോ ഹലോ, ഇതെന്താ ഇങ്ങനെ ഒരു മൈൻഡ് ഇല്ലാതെ? ടൗണിലേക്കാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ, താൻ തന്റെ വഴിക്ക് പോ. കൈ രണ്ട് കാലുള്ളപ്പോ എന്തിനാ തന്റെ ബൈക്ക്? ഞാൻ നടന്നു പൊക്കോളാം. കാലിനും കൈക്കും എല്ലാം കുഴപ്പമുണ്ടാവും. എന്താ നാടാ ഒരു പാവം പെണ്ണിനോട് നിന്റെ ഒരു വിരട്ടല്? ഷർട്ടിൽ തൊട്ട് കളിക്കരുത്. എവിടെയാ എഗ്രിമെന്റ്? തന്റെ ആ വിവാഹ പ്രമാണം ഒന്ന് കാണാനാ. അധികം ബലം പിടിക്കണ്ട. തന്റെ എല്ലിനെ ബലം കുറവാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഈ മുഖം മറച്ചുകൊണ്ടുള്ള പണിക്കിറങ്ങിയത്. എവിടെയാ പേപ്പർ? ഏത് പേപ്പർ? കേറാൻ വേണ്ടില്ല, ഞാൻ നടന്നു നോക്കണം പറഞ്ഞില്ലേ. ഇങ്ങോട്ടൊന്ന് പേപ്പർ തരാം തരാം തരാം. ഒരു 2000 rupees. ഹലോ. ഹലോ. ഞാൻ ഇന്നലെ മിസ്റ്റർ ജീവനോട് വളരെ ഇമോഷണലായി എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഓർത്തപ്പോഴാ എന്തൊരു ഫൂളിഷ്നെസ്സാ ഞാൻ കാട്ടിക്കൂട്ടിയത്. ഫൂളിഷ്നെസ് കാട്ടിയിട്ട് ഇനിയിപ്പോ അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇതങ്ങ് തിരികെ വാങ്ങിച്ചു. ചെറിയൊരു വരട്ട്. മിസ്റ്റർ ജീവനോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? താങ്ക്സ് എ ലോട്ട് മിസ്റ്റർ ജീവൻ. അതെ, ഇപ്പൊ നന്ദിയൊന്നും പറയാൻ നിൽക്കണ്ട. അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. എന്താ അത്? ഈ മിസ്റ്റർ എന്നുള്ള വിളിയൊന്ന് ഒഴിവാക്കണം. അത് ഈ ബോഡി ബിൽഡിങ്ങിനും മറ്റും കൊടുക്കുന്ന പട്ടം പോലുണ്ട്. ഓക്കേ, എഗ്രി. അതെ, ആ പേപ്പർ കൊണ്ട് ഇനിയും വല്ല ആവശ്യം? ഇതുകൊണ്ട് ഒരു ദോശ ഉണ്ടാക്കി തിന്നാനാ. നമ്മുടെ ചെയ്ത്ത് ആ കുറിപ്പിന് ശരിക്കും ഏറ്റെന്നാ തോന്നുന്നത്. നമുക്കിത് മിസ്സിനോട് പറയണോ? മിസ്സിന് സൗകര്യമായിട്ട് കിട്ടിയിട്ടുമല്ലേ? ആ ആർക്കിടെക്ട് ഉണ്ടാവും സ്റ്റാഫ് റൂമിന്റെ മുമ്പിൽ വായി നോക്കി നിൽക്കാം. പിന്നെ എങ്ങനെയാ? മിസ്സിലിപ്പോ നമ്മളെല്ലാം വെറും പീക്കിരികളാ. ഫ്രണ്ട്സാന്നൊക്കെ പറഞ്ഞ് ഇത്ര നാളും കളിപ്പിക്കുകയായിരുന്നു. അവന്റെ ഒരു നടപ്പും സ്റ്റൈലും സൽമാൻ ഖാൻ എന്ന ഭാവം. മേനെ പ്യാർ കിയാ. ദേ വരുന്നുണ്ട്. മൈൻഡ് വേണ്ട. എന്താ എല്ലാരും കൂടെ? നിങ്ങൾക്കിത് എന്ത് പറ്റി? ഷാഹുലേ, എന്താ ഇങ്ങനെ? നിങ്ങളൊക്കെ ചേർന്ന് ആ കുറിപ്പിനെ ഒന്ന് ഒതുക്കിയല്ലേ? കുട്ടപ്പൻ പറഞ്ഞു
ഓ ഇനി ഒരു താങ്ക്സ് കൂടി പറഞ്ഞാൽ തീർന്നല്ലോ. എന്തു പറ്റി? നിങ്ങളൊക്കെ എപ്പോഴും എന്റെ നല്ല ഫ്രണ്ട്സ് അല്ലേ? ദേ 2 ദിവസമായിട്ട് ഞാൻ ആകെ അപ്സെറ്റ് ആയിരുന്നു. ഇനി ഒന്ന് റിലാക്സ് ചെയ്യണം. നിങ്ങളുടെ കൂടെ കൂടുമ്പോഴാ എന്തിനൊരു ത്രില്ലൊക്കെ ഉള്ളത്. ടിങ്കു, എന്തെങ്കിലും ഒരു പ്രോഗ്രാം പറ. ഐസ്ക്രീം സ്ഥിരം ആ ഒരു പരിപാടി ഉള്ള തലയില് ഫ്രഷ് ഐഡിയ വരട്ടെ. വേറെ എന്താ, മാർക്കറ്റിൽ പോകാം, പച്ചക്കറിയൊക്കെ വാങ്ങിക്കാം. ഞാൻ പറയാം. നാളെ എന്താ ദിവസം? സാറ്റർഡേ. ഞാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ പറഞ്ഞ് പെർമിഷൻ വാങ്ങിക്കുന്നു. നമ്മളൊക്കെ ചുമ്മാ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോകുന്നു. എവിടെ? അത് സസ്പെൻസ്. ദേ മഞ്ജുനെ വിളിക്കണം. ഹലോ. ആ നിമ്മി, ഇതാ എന്റെ ഫ്രണ്ട് അലക്സ് ചെറിയ. ഹലോ. ഹലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ അവനോടൊപ്പം താമസം. പേയിങ് ഗസ്റ്റ് അല്ല, നോൺ പേയിങ്. വരുന്നോ? ഞാൻ വേണേ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, കേരള ഞാൻ കൊണ്ടുവിടാവുന്നേ അല്ലേ? ദേ ഒരുമാതിരി കട്ട്റൂമിന്റെ അപ്പാപ്പനാവാൻ വന്നാലുണ്ടല്ലോ. ആ ചെല്ലിയല്ലേ. ഓക്കേ. വാ. അയ്യോ മനോരേട്ടൻ. തിരിച്ചു വിട്ടാലോ? ഇന്ന് പെട്ടത് തന്നെ. നിക്കടവിടെ. അല്ല മനോരേട്ടനോ? ഞങ്ങൾ എവിടെയൊക്കെ തിരക്കി. ഊതല്ലേ? നിങ്ങളോട് ഏൽപ്പിച്ച കാര്യം എന്തായി? അതിനല്ലേ ഞങ്ങൾ അന്വേഷിച്ചത്. ആ കത്ത് അന്ന് തന്നെ കൊടുത്തു. ടൂറിന് പോകുമ്പോ മിസ് മനോരേട്ടനെ പറ്റി ചോദിച്ചു. അന്ന് രാവിലെ ഞാനൊന്ന് കണ്ടായിരുന്നു. നല്ല ബോർഡിലായിരുന്നു കക്ഷി. ഇത്തവണ ഞങ്ങൾ പൊലിപ്പിച്ചു പറഞ്ഞിരിക്കുക, ചെലവ് ചെയ്യണം. ഛോ, ഇവൻ എപ്പോ നോക്കിയാലും ചെലവിന്റെ കാര്യമല്ലാതെ ആദ്യം മറുപടി കിട്ടട്ടെ. ആ ഓ അതൊക്കെ ഉടനെ കിട്ടുന്നേ. എഴുതാൻ കുറച്ച് സമയമൊക്കെ വേണ്ടായോ? മനോരേട്ടൻ ചെല്ല്. ഈ മറുപടിയുടെ കാര്യം ഒരു പ്രശ്നമാവോ? ഏയ് അതൊന്നുമില്ല. ഒരു കത്ത് നമ്മൾ എഴുതുന്നു, അത് മനോരേട്ടൻ അറിയാതെ മുറിയിലേക്ക് ഇടുന്നു. എപ്പോ? ഇന്ന് തന്നെ. ന്യൂ ഇയർ ചിക്കൻ ദിൽകുഷ്. ചിക്കൻ ദിൽകുഷ്. ദിൽകുഷ്. ഓ വെന്തിട്ടേ ഇല്ല, മരം പോലെ ഇരിക്കുന്നു. ഓൾഡ് ചിക്കനാ. ഓൾഡ് ഈസ് ഗോൾഡ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞോട്ടെ, അപ്പോഴറിയാം. മസാല ഒക്കെ പാകത്തിനല്ലേ ഭവാനി? ഇറച്ചിയുടെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും കണക്ക് തെറ്റിട്ടുണ്ടോ? എന്തോ ഒരു മണം. എന്താ എന്താ ഇത് ടീച്ചർ ഇവിടെ ഇല്ല. വന്നാൽ ഇങ്ങനെ 2 പേര് വന്നിരുന്നു പറയാം. സ്ഥലം വിട്, സ്ഥലം വിട്. എന്നതാ അടുപ്പത്ത്? അതെ, ഈ തുണിയൊക്കെ ഒന്ന് പുഴുങ്ങുക. വല്ലപ്പോഴും തുണി ഒന്ന് പുഴുങ്ങി ഇളക്കിയില്ലെങ്കിലേ മനസ്സിന് ഒരു സമാധാനം കാണുകയല്ല. അതാ. ആഹാ, എന്നാ ഇതും കൂടെ പുഴുങ്ങിയാലോ? എന്താ ഈ കുറുക്കന്റെ പിള്ളേര് എന്താ ഡാലിങ് നോക്കി നിൽക്കുന്നേ? എന്റെ കയ്യില് പാചകമില്ലേ? അയ്യോ, കണ്ടോ പഴം തുണി. ഡാലിങ് കൊണ്ട് കളയോ? അയ്യോ. ഒന്ന് നിർത്തിക്കേ. ഏ ടിങ്കു, ഇങ്ങ് വന്നേ. ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയല്ലേ? ഓ, മിസ്സിനെ അന്വേഷിച്ച് വന്നപ്പോ അവർക്ക് എന്തൊരു ജാട. എന്ത് ചാടാ? അവിടെ കയറി തോന്നിയാസം കാണിച്ചിട്ട് അതും ഇതും പറയുന്നോ? നീ എന്താ വിചാരിച്ചേ? ഞാൻ താമസിക്കുന്ന വീടാന്ന് അറിഞ്ഞൂടെ? പൊക്കോ, എല്ലാരും ഉണ്ടല്ലോ. വിട്ടോ. കൊറേ ചീത്ത കേട്ടെന്ന് അതും പറഞ്ഞ് ചെത്തിയൊരു പോക്ക്. എല്ലാരും ഉണ്ടല്ലോ. ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ. മറ്റവന്റെ കൂടെ പണി തീരാത്ത വീട്ടിൽ പോയി ഇരിക്കട്ടെ. നമ്മളൊക്കെ ഇപ്പൊ വെറും ഇസ്പേർഡ്. ഇത്തവണ ക്രിസ്മസ് ഒന്ന് മിന്നിക്കണമെന്ന് വിചാരിച്ചതാ, എല്ലാം മൂടും പോയി. ഇങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. അങ്ങനെ കരുതിയാ മതിയടാ.